സൗദി അറേബ്യ UAEക്ക് ഇപ്പോൾ വലിയൊരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ നീക്കങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. യമൻ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര യുദ്ധത്തിനപ്പുറം സൗദിയും UAEയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്. ഇതിലേക്കൊരു പുതിയ ശക്തി കൂടെ കടന്നു വന്നിരിക്കുന്നു ഇസ്രായേൽ. എന്താണ് സൗദി അറേബ്യ UAEക്ക് നൽകിയ അന്ത്യശാസനം? ദക്ഷിണ യമനെ ഒരു പുതിയ ഇസ്രായേൽ പാവരാജ്യമാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ UAEയുടെ പിന്തുണയുള്ള ദക്ഷിണ യമനിലെ സൈന്യമായ STCയെ നേരിട്ട് ഒരു മുന്നറിയിപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. ഹദറമൗത്ത് അൽ മഹറ എന്നീ സുപ്രധാന പ്രദേശങ്ങളിൽ നിന്നും ഉടൻ സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് സൗദിയുടെ ആവശ്യം. UAEയോടുള്ള സൗദിയുടെ ആദ്യത്തെ നേരിട്ടുള്ള അന്ത്യശാസനമായിട്ടാണ് രാഷ്ട്രീയ ലോകം ഇതിനെ കാണുന്നത്. എന്നാൽ നിലവിലെ യഥാർത്ഥ സാഹചര്യം സൗദിക്ക് തിരിച്ചടിയാണ്. UAEയുടെ പിന്തുണയോടെ STC സൈന്യം ഹദറമൗത്തിലും അൽ മഹ്റയിലും പൂർണ്ണ നിയന്ത്രണം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ നീക്കങ്ങൾ UAEക്ക് അമേരിക്കൻ അംഗീകാരം നേടിയെടുക്കാനും യമന്റെ തെക്ക് ഭാഗത്ത് പുതിയൊരു പാവരാജ്യം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. UAE സൗദിയുമായി തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് വരുത്തി തീർക്കുകയും ഹൂത്തികൾക്കെതിരെ സൻആയിലേക്ക് കൂട്ടായി ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിദഗ്ധർ പറയുന്നത് ഇത് ശക്തമായ ഒരു തരം കബളിപ്പിക്കൽ മാത്രമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഹൂത്തികളെ ആക്രമിക്കുന്നത് അബുദാബിക്കും ദുബൈക്കും നേരെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് വഴി തുറക്കുമെന്നും അത് UAEയെ തകർക്കുമെന്നും അവർക്കറിയാം. എന്നാൽ ഇസ്രായേലിന്റെ ഇടപെടലാണ് ഈ വിഷയത്തെ കൂടുതൽ അപകടകരമാക്കുന്നത്. ഹൂത്തികൾ ഇസ്രായേലിനെതിരെ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. യമനിൽ കാര്യക്ഷമമായ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഇല്ലാത്തത് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ്. ദക്ഷിണ യമനിൽ ഒരു പുതിയ രാജ്യം രൂപീകരിച്ചാൽ അതിനെ അബ്രഹാം കരാറിന്റെ ഭാഗമാക്കുകയും അവിടെ ഒരു സൈനിക ഇന്റലിജൻസ് താവളം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതുവഴി അവർക്ക് ഹൂത്തികളുടെ ആയുധ ശേഖരങ്ങൾ, നേതാക്കൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ആക്രമിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ UAE ഇസ്രായേലിന് വേണ്ടി യമനിൽ ഒരു ചാരത്താവളം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര ലോകം ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ഈ നീക്കം യമനിൽ മാത്രം ഒതുങ്ങുന്നില്ല. സൊമാലിയയിൽ നിന്ന് വേർപെട്ടുപോയ സൊമാലി ലാൻഡിലും സമാനമായ ഒരു പാവരാജ്യം സ്ഥാപിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ രണ്ട് പാവരാജ്യങ്ങളെയും ഉപയോഗിച്ച് സൗദി അറേബ്യയെയും ഈജിപ്തിലെയും ചുറ്റിവളയുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ചെങ്കടലിലെയും ഗൾഫ് ഓഫ് അദനിലെയും സ്വാധീനം പൂർണ്ണമായും കൈക്കലാക്കുക. ഈ വെല്ലുവിളിയെ സൗദിക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ദക്ഷിണ യമനിലെ മുക്കല്ല തുറമുഖം, ഈ മുക്കല്ല തുറമുഖത്തിലേക്ക് കപ്പലുകൾ വരുന്നത് തടയുക, വിമാനങ്ങൾക്ക് നോ ഫ്ലൈ സോൺ ഏർപ്പെടുത്തുക എന്നിവ സൗദിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സാമ്പത്തിക നിയന്ത്രണം, STCയിലേക്കുള്ള UAEയുടെ സാമ്പത്തിക സഹായം തടയുക. എന്നാൽ ഇത്തരം ഒരു നീക്കം സൗദിയും UAEയും തമ്മിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിലെ സാഹചര്യം മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ അസ്ഥിരത മാത്രമേ ഉണ്ടാക്കൂ. ഈ സംഘർഷം കുടിയേറ്റക്കാർ, അക്രമം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയിലേക്ക് നയിക്കും. മേഖലയിൽ നിന്ന് അമേരിക്കൻ സ്വാധീനം കുറയുന്ന ഈ സമയത്ത് ഈ അവസരം മുതലെടുത്ത് ചൈനയും റഷ്യയുമാണ് പുതിയ വിശ്വസ്ത പങ്കാളികളായി ഉയർന്നു വരുന്നത്.